നമസ്കാരം. പ്രധാന വാർത്തകൾ. ആര്യയെക്കുറിച്ച് പരാതി ലഭിച്ചിട്ടില്ല. ഗായത്രി ബാബുവിന്റേത് വ്യക്തമായ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ആര്യ രാജേന്ദ്രനെതിരെ മുൻ കൗൺസിലറായ ഗായത്രി ബാബു ഉന്നയിച്ച വിമർശനങ്ങളെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി. ഗായത്രി ബാബുവിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ആര്യയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. ഗായത്രിയുടെ പരാമർശം പാർട്ടി പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തെറ്റുപറ്റി, ഇന്നലത്തെ സാഹചര്യത്തിൽ പറഞ്ഞുപോയതാണ്. പരാമർശത്തിൽ ഖേദിക്കുന്നുവെന്ന് എം എം മണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച എം എം മണി വോട്ടർമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശത്തിൽ ഖേദിക്കുന്നതായി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എം എ ബേബി പറഞ്ഞ നിലപാടാണ് പാർട്ടിയുടെ നിലപാട്. അത് തന്നെയാണ് തന്റെയും നിലപാട്. ഇന്നലെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ്. സംസ്ഥാനത്തുൾപ്പെടെ ക്ഷേമപ്രവർത്തനം നടത്തിയിട്ടും ഇങ്ങനെ ഒരു ജനവിധി വന്നതിൽ പ്രതികരിച്ചു പോയതാണ്. അത്തരത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ചായ കുടിക്കാനെത്തിയ സ്ത്രീകൾക്കാണ് പൊള്ളലേറ്റത്. പൊള്ളലേറ്റവരെ ആദ്യം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് മാറ്റിയത്. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. അതേസമയം പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചാണോ അപകടമുണ്ടായതെന്നും സംശയമുണ്ട്. ഉത്ര മോഡൽ കൊലപാതകം വീണ്ടും. ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തി. ഭർത്താവും പാമ്പാട്ടിയും 2 സുഹൃത്തുക്കളും പിടിയിൽ. മുംബൈയിൽ ബദലാപൂരിലാണ് സംഭവം. കോൺഗ്രസ് പ്രവർത്തക നീരജയാണ് കൊല്ലപ്പെട്ടത്. 37 വയസ്സായിരുന്നു. ഭർത്താവ് രൂപേഷ് അംബേദ്കറാണ് അറസ്റ്റിലായത്. 3 വർഷം മുമ്പാണ് കൊലപാതകം നടന്നത്. അപകട കാരണമെന്നാണ് അന്ന് പോലീസ് കരുതിയത്. മറ്റൊരു കൊലപാതക കേസിൽ പിടിയിലായ പ്രതി നൽകിയ സൂചനയിൽ നിന്നാണ് നീരജയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. റീകൗണ്ടിങ്ങിലും LDF തന്നെ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബേക്കൽ ഡിവിഷൻ LDF വിജയിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ബേക്കൽ ഡിവിഷനിലേക്ക് ഇന്ന് നടന്ന റീകൗണ്ടിൽ LDF വിജയിച്ചു. ജില്ലാ പഞ്ചായത്തിലെ ബേക്കൽ പുത്തുകെ ഡിവിഷനിലേക്കാണ് റീകൗണ്ടിംഗ് ആവശ്യമുയർന്നത്. ഇവിടങ്ങളിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ റീകൗണ്ടിംഗ് ആരംഭിച്ചു. 2 കേന്ദ്രങ്ങളിലായാണ് റീകൗണ്ടിംഗ് നടക്കുന്നത്. ബേക്കൽ ഡിവിഷൻ LDFന് ലഭിച്ചതോടെ ജില്ലാ പഞ്ചായത്ത് ഭരണം LDF ഉറപ്പിച്ചു. പുത്തുകെ ഡിവിഷനിൽ റീകൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്റെ മേൽനോട്ടത്തിലാണ് റീകൗണ്ടിംഗ് നടക്കുന്നത്.